എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്സാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സ്നാക്സ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായി ഞാൻ ഇതുപോലെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തതാണ്. ഇതിനെ കൊണ്ട് ഇനി നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് കട്ട് ചെയ്യാം. തൊലിയൊന്ന് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവി കയറ്റിയെടുക്കാൻ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത പഴം ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്നിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും പഴം ഒന്ന് വെന്ത് കിട്ടാൻ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ തൊലിയെല്ലാം ഒന്ന് അഴിച്ചെടുക്കണം. എല്ലാ തൊലിയും അഴിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനെല്ലാം ഇങ്ങനെ തൊലി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ടോ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഇതില്ലേ കറുപ്പ് അല്ലിയല്ലില്ലേ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഞാനെല്ലാം ഇങ്ങനെ സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ നാരില്ലേ ഇതെല്ലാം ഒന്ന് മാറ്റിക്കളയാം. ഇതെല്ലാം നമുക്കൊന്ന് മാറ്റിക്കളയണം കണ്ടോ. ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് കാണാം കേട്ടോ. ഇതാ ഞാൻ നാരൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. 1 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1 സ്പൂണോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. ഒരു ചെറിയ സ്പൂൺ കേട്ടോ. ഇത്രയും 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നെയ്യ്, പഴവും തേങ്ങയും ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. നേന്ത്രപ്പഴത്തിൻ്റെ ആയതുകൊണ്ട് ഹെൽത്തിയുമാണ്. പഴമായിട്ട് കഴിക്കില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര ആവശ്യമുള്ളവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാണ്ടിരുന്നത്. ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇതുപോലെ എല്ലാം ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ഞാനെല്ലാം ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് റൗണ്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കണം കേട്ടോ. എല്ലാം ഇതുപോലെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഉരുളയാക്കി വെച്ച ഈ ഒരു ഉരുള എടുത്തിട്ട് ബ്രെഡ് ക്രംസ് എടുക്കുക. കുറച്ച് റൊട്ടിപ്പൊടി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ പൊടി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട്
ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക ബ്രെഡ് ക്രംസിൽ. എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ഉരുളിയും അതുപോലെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ വയ്ക്കുക. അങ്ങനെ നമുക്ക് ഈ എല്ലാ ഉരുളകളും അങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാ ഉരുളകളും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു തട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് തന്നെ വേണം കേട്ടോ, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് നെയ്യൊന്ന് തൂക്കി കൊടുക്കുക. തട്ടിൽ എല്ലാടിയും നല്ലോണം തൂക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നേന്ത്രത്തിൻ്റെ ഉരുട്ടി വെക്കുന്ന നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിരിക്കുന്ന അത് ഇതിലേന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് എടുക്കാം കേട്ടോ. അധികം നെയ്യൊന്നും കുടിക്കത്തില്ല. ഇങ്ങനെ ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് മതി. അതിൻ്റെ കുറച്ചുകൂടി നെയ്യ് തൂക്കുക കേട്ടോ. എല്ലാം അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നല്ല ഹെൽത്തിയാണ്. അധികം നെയ്യൊന്നും എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. കുട്ടികൾക്കൊക്കെ നമുക്ക് ടിഫിനിൽ സ്നാക്സ് ആക്കിയൊക്കെ കൊടുക്കാനും ടിഫിനിൽ കൊടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.